അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ദുഹ 7-ാമത്തെ സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവജദക ളാല്ലൻ ഫഹദ. താങ്കളെ അവൻ വഴി അറിയാത്തവനായി കണ്ടു, അപ്പോൾ അവൻ വഴി കാണിച്ചു തന്നു. വവജദക താങ്കളെ അവൻ കാണുകയും ചെയ്തു, ളാല്ലൻ വഴി അറിയാത്തവനായി. അപ്പോൾ ഹദാ അവൻ വഴി കാണിച്ചു തന്നു. താങ്കൾ ഒരു അനാഥനായിരുന്നു, അള്ളാഹു അഭയമേകി എന്ന് പറഞ്ഞ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് നൽകിയ മറ്റൊരു അതിപ്രധാനമായ അനുഗ്രഹത്തെ എടുത്തു പറയുകയാണ് ഈ സൂക്തത്തിൽ. പ്രവാചകൻ ലാലിലായിരുന്നു. ലാലി എന്നാൽ നേർക്കുനേരെ അർത്ഥം വഴി പിഴച്ചവൻ എന്നാണ്. വലല്ലാലീൻ സൂറത്തുൽ ഫാത്തിഹയിൽ നാം പ്രാർത്ഥിക്കാറുണ്ട്, വഴി പിഴച്ചവരുടേതല്ലാത്ത വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണമേ എന്ന്. പക്ഷേ ഇവിടെ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് ആ അർത്ഥത്തിലേയല്ല, മറിച്ച് വഴി അറിയാത്തവൻ എന്ന അർത്ഥത്തിലാണ്. സമൂഹത്തിൻ്റെ അബദ്ധ സഞ്ചാരത്തിൽ വിശ്വാസപരമായും കർമ്മപരമായും സ്വഭാവപരമായും സാമ്പത്തികപരമായും എല്ലാ മേഖലയിലും വളരെയധികം അപഭ്രംശം സംഭവിച്ച ഒരു വിഭാഗമായിരുന്നു പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വളർന്ന കാലഘട്ടത്തിലെ ജനത. ആ ജനതയുടെ വഴിവിട്ട പോക്കിനെ കുറിച്ച് വല്ലാത്ത ആകുലതയും വ്യാകുലതയും അള്ളാഹുവിൻ്റെ റസൂലിനുണ്ടായിരുന്നു. അവരെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന ഉത്കടമായ അഭിലാഷവും ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷേ അത് എങ്ങനെ, ഏത് വഴിയിൽ അവരെ നയിക്കും, എങ്ങനെ കൊണ്ടുപോകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ വെളിച്ചമായി തെളിച്ചമായി ദിവ്യബോധനത്തിൻ്റെ ഈരടികളുമായി അള്ളാഹു മലക്കിനെ അയച്ചിരുന്നില്ല. അതിനാൽ അവരെ നേർവഴിയിലേക്ക് നടത്താനുള്ള വിജ്ഞാനമോ അറിവോ അള്ളാഹുവിൻ്റെ പ്രവാചകന് നൽകപ്പെട്ടിരുന്നില്ല. സമൂഹത്തിൻ്റെ വഴിവിട്ട പോക്കിൽ അങ്ങേയറ്റം അസ്വസ്ഥപ്പെട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ നൂർ എന്ന മലയിലെ ഹിറ എന്ന ഗുഹയിൽ ദിവസങ്ങളോളം ചിന്തിച്ചും ആലോചിച്ചും സമയം ചെലവഴിക്കുന്നത്. അങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് ഇരിക്കുന്ന സമയത്താണ് ദിവ്യബോധനവുമായി ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു പറഞ്ഞയക്കുന്നത്. അതോടുകൂടി ഫഹദ ഹിദായത്തിൻ്റെ വഴി അള്ളാഹു പ്രവാചകന്റെ മുന്നിൽ തുറന്നു കൊടുക്കുകയാണ്, വഴി കൃത്യമായി കാണിച്ചു കൊടുക്കുകയാണ്. സമൂഹത്തെ എவ்விധമാണ് മാറ്റിയെടുക്കേണ്ടത് എന്നതിൻ്റെ ഗൈഡൻസ്, മാർഗരേഖ പ്രവാചകന് നൽകുകയാണ്. അതിനു മുമ്പുള്ള അവസ്ഥയെക്കുറിച്ചാണ് ലാല് എന്ന് അള്ളാഹു ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അന്ധവിശ്വാസങ്ങളും അബദ്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും അനാചാരങ്ങളും ദുഷിച്ച ആചാരങ്ങളും എല്ലാം ധാരാളം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ പിറവിയെടുത്തത് എന്ന് നമുക്കറിയാം. പ്രവാചകന്റെ വിശുദ്ധമായ മനസ്സിന്, ആത്മാവിൻ്റെ ശുദ്ധ പ്രകൃതിക്ക് ആ ഒരു മലീമസമായ സാഹചര്യം സ്വസ്ഥത നൽകിയില്ല എന്നല്ല, വലിയ അളവിൽ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന്റെ പോക്കിൽ പ്രയാസം അനുഭവിച്ചിരുന്നു. വഴി കാണിച്ചു കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ശാന്തിയാണ് വഴി കാണിച്ചു കൊടുക്കാനുള്ള അറിവ് അവർക്ക് ലഭിക്കുക എന്നത്. അള്ളാഹുവിൻ്റെ റസൂലിന് അങ്ങനെ ഒരു അറിവ് ലഭിച്ചപ്പോൾ റസൂൽ വളരെ സന്തുഷ്ടനായിരുന്നു. അങ്ങനെയാണ് സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കാൻ പ്രവാചകൻ രംഗത്തിറങ്ങുന്നത്. വഴി കാണിച്ചു കൊടുക്കാൻ കിട്ടുന്ന നിർദ്ദേശങ്ങളും ബോധനങ്ങളും ഇടക്കാലത്ത് നിലച്ചു പോയാൽ വലിയ അളവിൽ പ്രയാസവും അനുഭവിക്കും. ആ പ്രയാസം അനുഭവിച്ചതിനെ കുറിച്ചാണ് ഈ സൂറത്തിൽ നേരത്തെ പറയപ്പെട്ടതും വിശദീകരിക്കപ്പെട്ടതും. ജനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കാൻ ആവശ്യമായ വിജ്ഞാനം നൽകപ്പെടാത്ത ഒരു കാലഘട്ടം അള്ളാഹുവിൻ്റെ റസൂലിന് ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അതിൻ്റെ 42-ാം അധ്യായം സൂറത്ത് ഷൂറയിലെ 52-ാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ വ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇവിധം നാം നിനക്ക് നമ്മുടെ കൽപ്പനയാൽ ചൈതന്യവത്തായ ഒരു സന്ദേശം ബോധനം നൽകിയിരിക്കുന്നു. വേദപുസ്തകത്തെ പറ്റിയോ സത്യവിശ്വാസത്തെ സംബന്ധിച്ചോ നിനക്കൊന്നും അറിയുമായിരുന്നില്ല. അങ്ങനെ ആ സന്ദേശത്തെ നാം ഒരു വെളിച്ചമാക്കിയിരിക്കുന്നു. അതുവഴി നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഇച്ഛിക്കുന്നവരെ നേർവഴിയിൽ നയിക്കുന്നു. തീർച്ചയായും നീ നേർമാർഗത്തിലേക്കാണ് വഴി നടത്തുന്നത്. ഇതേ അവസ്ഥയെക്കുറിച്ചാണ് 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 3-ാമത്തെ സൂക്തത്തിന്റെ അവസാനത്തിൽ ഇതേക്കുറിച്ച് നേരത്തെ താങ്കൾ അറിവുള്ളവനായിരുന്നില്ല എന്ന് അള്ളാഹു പറയുന്നത്. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ മരത്തിന് ഭാഷയിൽ ലാല്ലത്ത് എന്ന് പറയും. അഥവാ ആത്മീയവും ധാർമ്മികവുമായ അപഭ്രംശം സംഭവിച്ച ഈ നാട്ടിൽ ധാർമ്മികത പേറുന്ന, സൽഫലം പേറുന്ന, സത്യവിശ്വാസം പേറുന്ന ഒരൊറ്റ മരം മാത്രമേ ഉള്ളൂ, അത് താങ്കളാണ്.
ആ താങ്കളിലൂടെ നാം ലോകത്തിന് മുഴുവൻ നേർവഴി കാണിച്ചു എന്നർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടും മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാത ഹനീഫി പാതയിലുണ്ടായിരുന്ന വളരെ കുറച്ച് മതാനുയായികൾ ഇങ്ങനെ കഅബയിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിലുണ്ട്. ഓ അല്ലാഹുവേ, നിനക്ക് എങ്ങനെയാണ് വഴിപ്പെടേണ്ടത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അറിയുമായിരുന്നുവെങ്കിൽ അവിധം ഞങ്ങൾ വഴിപ്പെടുമായിരുന്നു എന്ന്. ആ അറിവാണ് നേരത്തെ ആ അറിവില്ലാതിരുന്ന പ്രവാചകന് ലഭിച്ചത്. അതിനെക്കുറിച്ചാണ് താങ്കൾ നേരത്തെ ലാലായിരുന്നു, ആ വഴിയെക്കുറിച്ച് കൃത്യമായ ചിത്രമില്ലാത്ത വ്യക്തിയായിരുന്നു ഫഹദ, അപ്പോൾ അള്ളാഹു താങ്കൾക്ക് വഴി കാണിച്ചു തന്നു എന്ന് പറയുന്നത്. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചുച്ചരിക്കുക. ളാല്ലൻ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം നിർബന്ധമായും വരുന്ന സുക്കൂൻ കാരണമായി സംഭവിക്കുന്ന മദ്ദാണ് ഇവിടത്തെ മദ്. ഇതിന് മദ് ലാസിം എന്നാണ് പറയുക. 6 അനക്കം വരെ നിർബന്ധമായും നീട്ടണം. ലാമിന് തൻവീൻ വന്നു, ശേഷം ഫ വന്നു, അവിടെ മറച്ച് മണിക്കണം. ഇഖ്ഫ എന്നാണ് ഈ നിയമത്തിന്റെ പേര്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ.